ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ വിചാരണ കോടതിയിൽ കുറ്റപത്രം വായിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. കേസ് ഡയറി ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സന്ദീപിന്റെ അപ്പീലിലാണ് ഹൈക്കോടതി നടപടി. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പ്രതി നൽകുമ്പോൾ കുറ്റപത്രം വായിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് എന്തിനാണ്? നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് അത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇത്തരമൊരു നിർദ്ദേശം അഡീഷണൽ സെഷൻസ് കോടതി, കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് നൽകിയത്. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇതിന്റെ വിചാരണ കോടതി. ഇതിന്റെ വിചാരണ നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത്. നമുക്കറിയാവുന്നതാണ്, 2023 മെയ് മാസം 10-നാണ് ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പുലർച്ചെ കൊല്ലപ്പെടുന്നത്. അധ്യാപകനായ പൂയപ്പള്ളി സ്വദേശി സന്ദീപാണ് കത്രിക കൊണ്ട് വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ ഈ കേസിലെ ഏക പ്രതി കൂടിയാണ് സന്ദീപ് നേരത്തെ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി സമീപിച്ചിരുന്നുവെങ്കിലും ആ ജാമ്യാപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല. പിന്നാലെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. ഈ കുറ്റപത്രം വായിക്കുന്ന നടപടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞത്. ഈ കേസിലെ തുടർ നടപടികൾക്കായി കേസ് ഡയറി ഹാജരാക്കാനും ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹർജി സന്ദീപ് ഈ കേസിലെ ഏക പ്രതി സന്ദീപ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ, അതായത് വിചാരണ കോടതിയിൽ ഈ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഈ ഹർജി വിചാരണ കോടതി തള്ളുകയും ചെയ്തു. തുടർന്നാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചതും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഇതിന്റെ കുറ്റപത്രം വായിക്കുന്ന നടപടി താൽക്കാലികമായി തടയുകയും ചെയ്തത് സന്ദീപിന്റെ ഈ വിടുതൽ ഹർജിയിലെ അപ്പീലിൽ തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ വിചാരണ കോടതിയിൽ കുറ്റപത്രം വായിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. കേസ് ഡയറി ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.